അവിടെ ഒരു ബോർഡ് കണ്ടില്ല നിങ്ങൾ? വായിക്കാൻ പറ്റുമല്ലോ. അതായത് ആനകൾ ഇറങ്ങുന്ന ഏരിയയാണ് ഇവിടെ അങ്ങോട്ട് ഫുള്ള് ചൂരൽമല വരെ. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം ഏതൊരു സ്ത്രീയായിട്ട് ചവിട്ടി കൊന്നീന്ന് പറഞ്ഞു. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്കിൽ കാണില്ല നിങ്ങൾ? അപ്പം ഞാനുള്ളത് മേപ്പാടി കള്ളാടി തുരങ്കപാതൻ്റെ അടുത്തായിട്ടുള്ളത്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ കോഴിക്കോട് വയനാട് തുരങ്കപാത വർക്ക്, അതായത് നമ്മുടെ കള്ളാടി മേപ്പാടി മുതൽ ആനക്കാംപൊയിൽ വരെ നീളുന്ന 8.1 കിലോമീറ്റർ ദൂരമുള്ള നമ്മുടെ ഇരട്ട തുരങ്കപാതയുടെ വർക്ക് ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. സംഭവം ഉഷാറായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോ വരവ് ഇങ്ങനെ വരുമ്പോഴും പണിയൊക്കെ നിർത്തി വെച്ചോ. കമൻറ്റിൽ അങ്ങനെ കാട്ട വരുന്നത്, കമൻറ്റിൽ ഈ പണി മുന്നോട്ട് പോകില്ല എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടി പക്ഷെ ഇവിടെ വർക്ക് തകൃതിയായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. വേണ്ട, അവിടെ തുരങ്കത്തിൻ്റെ അവിടെ മണ്ണ് കണ്ട് ലാസ്റ്റ് അടിയിലേക്ക് പാറയല്ലേ. കഴിഞ്ഞ വട്ടം വരുമ്പോൾ അവിടെയൊക്കെ ഫുള്ളും മണ്ണേനി. ഇപ്പം ഉണ്ടോ അവിടെയൊക്കെ കരിമ്പാറ. ഓക്കെ, അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്നിങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം ഞാൻ അതിലേക്കൊന്ന് പോയി നോക്കി വന്നു. അവിടെയൊക്കെ കമ്പിയൊക്കെ ഇട്ടുണ്ടോ. ആ കമ്പി, അത് തുരങ്കപാത അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയാണ്. ആ കറക്റ്റ് ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് അതിൻ്റെ അടിയിലുണ്ടോ ഒരു പുതിയൊരു സിമെൻറ്റിൻ്റെ സ്പ്രേ അടിച്ച അവിടെ നിന്നാട്ടോ നമ്മുടെ തുരങ്കപാത അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 100 മീറ്റർ വിട്ടിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. ഇത് നമ്മുടെ മേപ്പാടി ചൂരൽമല റോഡ്, അതായത് കള്ളാടി ഏരിയ ആണിത്. ഈ റോഡിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ തുരങ്കപാത എൻട്രൻസിന് അങ്ങോട്ട് വരുന്നത് 100 മീറ്ററാണ് അകൽച്ച. ഏകദേശം തുരങ്കം തുളയ്ക്കാനുള്ള ലെവലിലേക്ക് മേപ്പാടി എത്തിയിട്ടുണ്ട് കേട്ടോ. ആനക്കാംപൊയിൽ നമ്മളെ വീഡിയോ അതിന് മുമ്പ് വിട്ടതാണല്ലോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോട്ടോ. അപ്ഡേഷൻ അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റില്ലെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് എത്ര മീറ്റർ പോയി തുളഞ്ഞു എന്നൊക്കെ എന്നുള്ളത് നമുക്കറിയാൻ അവിടെ പോയാൽ കഴിയും. ഇപ്പം ഇവിടെ ഏകദേശം തുരങ്കം തുളയ്ക്കാനുള്ള ഏകദേശം ലെവലിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മണ്ണുകൾ ഫുള്ള് മാറ്റി കഴിഞ്ഞു. ഇനി അവിടുത്തെ കരിമ്പാറൊക്കെ കണ്ട് പൊട്ടിക്കണം. കരിമ്പാറൊക്കെ ബ്ലാസ്റ്റ് ചെയ്ത് എങ്ങനെ പൊട്ടിക്കട്ടോ. ബ്ലാസ്റ്റ് ചെയ്ത് എങ്ങനെ ഫുള്ള് പൊട്ടിക്കും. ഇവിടെ ആ മണ്ണുകളൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം വന്നതിലും കൂടുതൽ അവർ ഷോർട്ട് ക്രീറ്റ് വർക്ക് നടത്തിയ ഭാഗത്തേക്ക് അവർ കൂടുതൽ ഷീറ്റുകൾ ഇട്ടിട്ടുണ്ടല്ലോ. അവിടെ ഷോർട്ട് ക്രീറ്റ് വർക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ? അവിടെ മഴ പെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആ സ്റ്റെപ്പ് കാണുന്നതിൻ്റെ മുകൾ ഭാഗം അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ. അവർ ഇട്ട ഹോൾസ് കൂടിയ മണ്ണൊലിച്ച് വരുന്ന അടയാളങ്ങൾ കാണുന്നുണ്ട്. ഇട്ട ഷോർട്ട് ക്രീറ്റ് ചെയ്ത ഓരോ ഹോൾ ഇതുണ്ടല്ലോ, അതിൽ കുറേ പൈപ്പുകൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലൂടെയൊക്കെ മണ്ണൊലിച്ച് വരുന്ന, അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം അവർ ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. ഇവർക്ക് അവിടെ പോയി വീഡിയോ എടുക്കാനുള്ളൊക്കെ ഒരു അവസരം തന്നു. നമ്മളവിടെ പോയിട്ട് എന്ത് കാട്ടാനാണ്? ഇതാ ഓരോരുത്തർക്ക് അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ അവസരം ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ടായിരിക്കും. കള്ളാടി പാലമാണ് ഈ കാണുന്നത്. നമുക്ക് കുറച്ച് അപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം. അതിൻ്റെ എതിർവശത്തേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ചൂരൽമല ഭാഗത്തേക്ക് ഇഷ്ടം പോലെ ഇപ്പോഴും ആളുകൾ കാണാൻ വരുന്നുണ്ട്. ആ ഭാഗത്തേക്ക് പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചോളിട്ടോ. ഇഷ്ടം പോലെ ആനകൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആനകൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാം. റിലാക്സ് റെസ്റ്റോറൻറ്റ്. ഇത് നമ്മുടെ ഊരാളുങ്കൽ റോഡ് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം 12 മീറ്റർ വീതിയിലുള്ള റോഡ് ഇവിടെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. പകുതി ഏകദേശം ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് 7 കിലോമീറ്റർ മേപ്പാടിയിലേക്കുള്ള ദൂരം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലാട്ടോ നമ്മുടെ ബോച്ചയുടെ 1000 ഏക്കർ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകണ വഴിക്കാണ്. കള്ളാടി മേപ്പാടിൻ്റെ ഇടയിലായിട്ടാണ്. അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ടച്ചിലുള്ള റിസോർട്ടുകളൊക്കെയാണ് അവിടെ വരുന്നത്. ബോച്ച അവിടെ പൊളിച്ചെടുക്കാൻ പോവാണ്. അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വയനാട് വിസിറ്റിംഗ് ബോർഡ്സ് 900 കണ്ടി. 900 കണ്ടി തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടാണ് കേട്ടോ. അതായത് നമ്മളെ ചൂരൽമല പോകുന്ന വഴിക്കാണ് 900 കണ്ടി വരുന്നത്. നായ്ക്കളൊക്കെ നമ്മളെ നേരെ നോക്കണ്ടല്ലോ. ഇവിടെ നായ്ക്കളുണ്ട്, ഞാൻ ഇതുവരെ വന്നപ്പോൾ കണ്ടിട്ടില്ല.
ഇവിടെ ഈ വീടുകളൊക്കെ പോകാനുള്ളതായിരിക്കും കേട്ടോ. വീടുകളൊക്കെ പോകാനുള്ളതായിരിക്കും. എന്താ വെച്ചാൽ എൻട്രൻസ് ഇവിടെ നല്ല വീതിയിലുള്ള റോഡായിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ ഒരു പാലം കൂടിയൊക്കെ വരും. തൽക്കാലം ഈ മീനാക്ഷി ബ്രിഡ്ജ് എന്നാണ് ഇതിന് പറയാം, അത് നിലനിർത്തും. അതുകൂടാതെ ഇതിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് നല്ലൊരു പാലം വരാനുള്ളതായിരിക്കും. അപ്പം ഇവിടെയുള്ള വീടുകളും ഇതൊക്കെ പോകാനുള്ളതായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഒരു ഒഴിവ് നോക്കിയിട്ട് നല്ലൊരു കടകളൊക്കെ കണ്ട് തുടങ്ങിയാൽ, ഇവിടെയുള്ള ആളുകളുടെ സ്ഥലമായിരിക്കുമല്ലോ, അപ്പോൾ അവരൊക്കെ നല്ല കടകളൊക്കെ തുടങ്ങുക. അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾ വലിയ കമ്പനി സ്ഥലമൊക്കെ വാങ്ങിയിട്ട് അവർ തുടങ്ങാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. നല്ല വില കിട്ടുമ്പോഴത്തെ സ്ഥലത്തിനൊക്കെ. അപ്പം നമുക്കിനി അപ്പുറത്തെ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. തൊട്ടടുത്തേക്ക് ഏതായാലും പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ തുരങ്കപാതയുടെ മറുവശത്തേക്ക് എത്തിയിട്ടോ. അവിടെ നിന്ന് ഞാനിതുവരെ നിന്നത് അപ്പുറത്തെ ആ ഭാഗത്തായിരുന്നു. അവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് എത്തി. ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഞാൻ അവിടെ നിന്ന് വരുന്ന വഴിക്ക് അവരോട് ചോദിച്ചു കേട്ടോ, വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. നോ സാധ്യത, അവിടെ സമ്മതിക്കില്ല. അവിടെ വണ്ടി നിർത്തി വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ പിടിക്കാനായിട്ട് തന്നെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിലെ എങ്ങനെയാണ് നമ്മുടെ ചൂരൽമലക്ക് പോവുക. അവിടെ ഒരു ബോർഡ് കണ്ടില്ല, നിങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ആനകൾ ഇറങ്ങുന്ന ഏരിയയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ചൂരൽമല വരെ. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം ഏതൊരു സ്ത്രീയേറ്റ ചവിട്ടി കൊന്നീന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലൂടെ പോകുന്നവർ ശ്രദ്ധിക്കുക. ഈ ഇതൊക്കെ ഇപ്പുറത്ത് അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ്. ആനകൾ നല്ലോണം ഇറങ്ങുന്നുണ്ട് എന്നാണ്. ഇപ്പം മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട്. അവിടുത്തെ മുണ്ടക്കൈ ഭാഗത്തെ ജനങ്ങളൊക്കെ പോയത് കാരണം കുറേ ആളുകൾ പോയില്ലേ. പിന്നെ അവിടെ താമസവും അവിടെ ജനവാസ മേഖല ആയതുകൊണ്ട് അന്നത്തെ കാലത്ത് ആനകളും പുലികളൊന്നും അങ്ങനെ വരില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു കേട്ടോ. അപ്പം ഇപ്പോഴായരെ അവിടെ വീടുകൾ സ്ഥലമുള്ള സൈഡിലുള്ള ആളുകളുടെ ഈ ചക്ക ലക്ഷ്യം വെച്ചിട്ടാട്ടോ കൂടുതൽ ആനകൾ ഇറങ്ങുന്നത്. അവിടെ നിന്ന് ആളുകൾ പറഞ്ഞ കേട്ടാ, ചക്ക ലക്ഷ്യം. ഒരു ആനറ്റാണ് കിടക്കുന്നത്, പാറ നിൽക്കുന്നുണ്ട്. ആനൻ്റെ പുറമാരിണ്ട്. ആന ചക്ക, ഈ കരിമ്പ്, വാഴ ഇതൊക്കെ ലക്ഷ്യം വെച്ചിട്ടാട്ടോ അവർ ഭക്ഷണം. നല്ല കുശാലാണ് ഇപ്പോൾ അവിടുത്തെ ആനകൾക്ക്. അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ സ്വൈര്യമില്ലാത്തൊരു ഇതായി മാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അവിടുത്തെ ആളുകൾ. ഏതായാലും ഇവിടത്തേക്ക് വരുന്നത് പറഞ്ഞു വന്നത് വെച്ചാൽ, ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചോളി. സ്പീഡിൽ പോകുന്നത് ശ്രദ്ധിച്ച് സ്ലോയിൽ പോയാൽ ആനകളിൽ നിന്ന് രക്ഷപ്പെടാം. എന്താ വെച്ചാൽ ഈ കാടുകളെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇറങ്ങണ ഏരിയ ആണ് ഇതൊക്കെ. കുറച്ച് ഉയർന്ന ഏരിയ. അവിടെ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് ചാടിയാലൊക്കെ അറിയാത്ത അവസ്ഥ വരും. അതാണ് കുറച്ചൊരു സ്ലോയിലൊക്കെ പോയാൽ, സ്പീഡിൽ പോകുമ്പോൾ കൂടുതൽ പ്രശ്നമാവും. അതാണ് നമ്മളെ തുരങ്കപാത സ്റ്റാർട്ട് ചെയ്യുന്ന ആ മലേൻ്റെ അതൊക്കെ ഫുള്ള് കരിമ്പാറാണ് കേട്ടോ. ഈ സ്റ്റാർട്ടിങ്ങിൽ അവരിവിടെ മണ്ണെടുത്തൊരു ഏരിയ ഉണ്ടായിരുന്നു, മണ്ണ് മാത്രം. അതൊക്കെ എടുത്ത് അടിയിലെത്തിയപ്പോൾ തന്നെ പാറയായി. അവർക്ക് സമാധാനമായി ഉണ്ടാവും. മണ്ണായാൽ കൂടുതൽ ചിലവ് കൂടും ഇവർക്ക്, ഈ തുരങ്കപാത വർക്കിൻ്റെ ആളുകൾക്ക്. പാറാകുമ്പോൾ തുളച്ചെങ്ങനെ പോയാൽ മതി. 2 ഹോൾസ് അവിടുന്ന് ഇങ്ങോട്ട് ആനക്കാമ്പോയിൽ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അതുപോലെ 2 ഭാഗത്തു നിന്ന് ഇവർ സ്റ്റാർട്ട് ചെയ്യും. ഈ ജീപ്പുകളൊക്കെ ഞാൻ ചോദിച്ചു കേട്ടോ, അവിടെ കുറേ ജീപ്പുകൾ, അതായത് ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടോയെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല, പക്ഷേ ഈ ഇവരെ കെയർ ഓഫിൽ ഒരു 27 റിസോർട്ടുകൾ ഇതിലുണ്ട്. അവിടെ വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തുക. ഇവിടുന്ന് പിന്നെ കാട്ടിൽ കൂടി എങ്ങയിലൊക്കെ കൊണ്ടുപോകുന്ന ജീപ്പുകളാണ് ഇതൊക്കെ. അങ്ങോട്ട് പോകാനൊക്കെ അതിനായിട്ടുള്ള ജീപ്പുകളാണ് ഇതൊക്കെ. അവിടെ നല്ലൊരു കുയ്യായിരുന്നു കേട്ടോ. അതൊക്കെ മണ്ണിട്ട് ഏകദേശം നികത്തി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഭാഗമൊക്കെ ഫുള്ളും മണ്ണിടാൻ തന്നെ ആയിരിക്കും അല്ലേ. കുറേ ഐറ്റംസ് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടോ, ഒന്ന് വീഡിയോ എടുത്ത് ചെറിയൊരു ഇതിടാൻ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല. അപ്പം സ്നേഹിതന്മാരെ, നമ്മൾ ആദ്യം എടുത്ത സ്ഥലത്തു നിന്നുള്ള വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് തുരങ്കപാത തുളയ്ക്കുന്ന കാഴ്ചകളൊക്കെ അവിടെ നിന്ന് അങ്ങനെ കാണാം കേട്ടോ. അപ്പം നമ്മൾ ഏതായാലും നമുക്ക്
ഇങ്ങനെയൊക്കെ ഇവിടുന്ന് ഇതിൻ്റെ വിശേഷങ്ങൾ പറയാൻ പറ്റുള്ളൂ. തുരങ്കപാത ഇനി വിശേഷങ്ങൾ എന്താ അറിയേണ്ടത്? ഇത് നമ്മളെ ദിലീപ് ബിൽഡ്കോൺ എന്ന ഭോപ്പാൽ ആസ്ഥാനമായുള്ള കമ്പനിയാണ് ഈ തുരങ്കപാതയുടെ വർക്ക് എടുക്കുന്നത്. 8.1 കിലോമീറ്റർ ദൂരം, ഇരട്ട തുരങ്കപാത, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഇരട്ട തുരങ്കപാത, 500 മീറ്റർ ഇടവിട്ട് സബ് എന്തെങ്കിലും അപകടം പറ്റിയാൽ മറ്റേ റോഡുമേലേക്ക് കടക്കാനുള്ള സബ് വേകൾ ഉണ്ടാകും. അവിടെ സൈഡിൽ അവിടെ ഇങ്ങനെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ വർക്കായി എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മളിവിടെ കോഴിക്കോട് നിന്ന് ഇവിടെ വന്ന് വീഡിയോ അങ്ങനെ എടുക്കണം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ വീണ്ടും നിങ്ങളുടെ എന്തായി വർക്ക് എന്തായെന്ന് കാണിക്കാൻ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.